കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ കഴിഞ്ഞ 25 വർഷം അങ്ങ് ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്തങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയ്ക്ക് ഹൃദയംഗമായി കർത്താവെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് അങ്ങേ ആരാധിപ്പാനും ഇന്നേ ദിവസം അങ്ങയുടെ ആലയത്തിലടങ്ങളെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. അങ്ങ് തങ്ങൾക്ക് തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമേ ഇല്ലല്ലോ. അങ്ങ് ഞങ്ങളെ നടത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും പറവാനായിട്ടില്ലല്ലോ. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ സമർപ്പണങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ധ്യാനങ്ങൾ, ഞങ്ങളുടെ പാട്ടുകളെല്ലാം കർത്താവയുടെ ഏറ്റവും പ്രസാദമുള്ള യാഗമായി അങ്ങ് കൈക്കൊള്ളണമേ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നു എന്നതിനും എഴുതിയിരിക്കുന്നല്ലോ. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് ആഴത്തിൽ നിന്ന് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ പകൽക്കാലം ഞങ്ങളെ പ്രാപ്തരാക്കണം. മഹത്വമെല്ലാം അങ്ങ് മാത്രം എടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കുക. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഒരിക്കലായിട്ടുകൂടി CSI സഭയിൽ വന്ന് നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകുന്നതിൽ. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും നല്ല ദിവസം എന്ന് ഞാൻ പറയട്ടെ. കാരണം ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ഇന്ന് വന്നിട്ടില്ല. കാരണം മഴയാണ്, തണുപ്പാണ്, പ്രകൃതിക്ഷോഭമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് ചില ആൾക്കാർ തീരുമാനം എടുത്തുകൊണ്ട് വന്നു, ഇന്ന് ഞങ്ങൾ പോകും. മഴയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അങ്ങനെ വന്നിരിക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മുരിക്കാട്ടുകുടിയിൽ ഒരു സ്ഥല സ്ഥാപിതമായതിൻ്റെ 25 വർഷം പിന്നിടുന്ന ദിവസങ്ങളാണ്. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും അറിയാം ഈ സഭ ഇവിടെ സ്ഥാപിതമായ കാലം തൊട്ടുള്ള കാര്യങ്ങൾ. കാരണം 25 വർഷമാണ്. കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ട് അല്ലേ? ശരി, നൂറ്റാണ്ട് കൂട്ടി പറഞ്ഞാൽ 1/4 നൂറ്റാണ്ട്. 25 വർഷം. 25 വർഷം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ വർഷങ്ങളൊന്നുമല്ല. തീർച്ചയായിട്ടും നല്ലൊരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് പറയാൻ അവർ ക്ഷണിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ചരിത്ര പുസ്തകമൊക്കെ എഴുതണമെന്നൊക്കെ പറഞ്ഞവർ അതിനുള്ള ക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം 25 വർഷത്തെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 50 വർഷമാകുമ്പോൾ കുറേയൊക്കെ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് 25 വർഷം വളരെ കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ 50 വർഷം ആഘോഷിക്കുമ്പം നമ്മളിവിടെ എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല. എങ്ങനെയാണെങ്കിലും ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കാണും. പിന്നെ 50 കഴിഞ്ഞ ആൾക്കാർ എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല. അതിൽ കൂടുതൽ കഴിഞ്ഞവർ എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല. പണ്ടേ തന്നെ ഇവിടെ വരാൻ പറ്റുമെന്നും അറിയത്തില്ല. അതാണ് ഇത് കാലഘട്ടം. അപ്പോൾ ചരിത്രങ്ങൾ എന്ത് ചെയ്യുന്നു, മറന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അത്രയും തിരക്കാണ് നമുക്ക്. ജീവിതം തിരക്കായതിനാൽ മുമ്പോട്ടുള്ള കാര്യങ്ങളോ അന്നുള്ള കാര്യങ്ങളോ നോക്കാൻ നേരമില്ലാതിരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഒട്ടും നോക്കാൻ നേരം കാണത്തില്ല, ഓർക്കാൻ സമയം കാണത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന രേഖകളായിരിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായ രേഖപ്പെടുത്തലുകൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സഭയുടെ ചുമതലക്കാർ പ്രിയ അച്ഛനും സാറും കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങൾ കൗൺസിലർമാർ അവരെല്ലാം ചേർന്നത് ചെയ്യും എന്നുള്ള കാര്യത്തിന് തർക്കവുമില്ല. അതിൻ്റെ അണിയറയിലാണ് അവർ. വാക്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ദിവസം എന്ത് ചെയ്യരുത് പറയാം. ഈ ദിവസം എന്ത് ചെയ്യരുത്? അയ്യോ, നമുക്ക് സീസേക്കർ കൂടുതൽ ഏറ്റവും വലിയ കുഴപ്പമാണ്. എല്ലാം നമ്മൾ എന്തില്ല, ഒന്നും ഇവിടെ ഇരുന്നാൽ എന്ത് ചെയ്തില്ല, ഒന്നും ശ്രദ്ധിക്കത്തില്ല. നമ്മളങ്ങനെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്, എന്താ കേൾക്കുന്നത്, നമുക്ക് യാതൊരു ബോധവുമില്ല, ഒരു ബോധ്യവുമില്ല. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്, സീസേക്കറിൻ്റെ പ്രത്യേകതയാണ്. പള്ളി പോയോന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? പോയി. അവിടെ എന്നെ പ്രസംഗിച്ച് ചോദിച്ചാൽ അതും നമുക്കറിയത്തില്ല. പാടിയതെന്നാന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. വായിച്ചതെന്നാന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. അത്രയേ ഉള്ളൂ.
അല്ലേ? അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കണം? ഓർമ്മ നാളായിരിക്കണം. പിന്നെ കുറെ കൂടെ പറഞ്ഞിട്ടുണ്ട്, വളരെ ക്ലിയറാണ് വചനം അല്ലേ? ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. ചുമ്മാ അവിടെ വന്ന് എന്ത് ചെയ്യരുത്? ഒരു മൗനപ്രാർത്ഥന പ്രാർത്ഥിച്ച് പോകാനല്ല. പിന്നെ എന്തിരിക്കണം? ഇത് 10 പേർ അറിയണം അല്ലേ? ഇത് അറിയണം ആൾക്കാർ. ദേശം ഇതറിയണം. ഇതൊരു സാക്ഷ്യത്തിൻ്റെ അവസരമാണ്. ഈ ദിവസം അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? മൗനമായോ ചെറുതായോ ചുരുക്കമായോ ചെയ്യരുത്. ആഘോഷമായി കൊണ്ടാടണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിത് അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറയായിട്ട് ആചരിക്കണം. നമ്മൾ മാത്രം ആചരിച്ചാൽ പോരാ. പിന്നെയോ നമ്മുടെ മക്കളും അവരുടെ മക്കളും എന്ത് ചെയ്യണം? ഈ ദിവസം ആചരിക്കണം. അപ്പോൾ എന്തുമാത്രം അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വാക്യം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വാക്യമാണ്, ഞാനിന്ന് എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മറന്നു പോകരുത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. പുറപ്പാട് 12:14. വാക്യം എന്താണ്? ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. അത് യഹോവയ്ക്ക് ഉത്സവമായിട്ട് ആചരിക്കണം. തലമുറയായിട്ട് എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ ആചരിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് പിന്നെയും പറയുന്നുണ്ട്, എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോയി എന്ത് ചെയ്യണം? അതെല്ലാം വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഈ ദിവസം ഏതാണ്? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. വളരെ വേഗം നിർത്തിക്കളാം. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഘോഷയാത്ര ഇല്ലായിരുന്നു അല്ലേ? ഘോഷയാത്ര നമുക്ക് പാടാണ്, കാരണം ഈ മഴയത്ത്. ഈ പള്ളി കഴിഞ്ഞിട്ടൊരു ഘോഷയാത്ര വെച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ, നമ്മളിത് കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളത് കുഴപ്പമില്ല. ഇവിടെ പിന്നെ നനഞ്ഞ കുഴഞ്ഞ് ഇവിടെ നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല അല്ലേ? ഘോഷയാത്ര ഇല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഘോഷയാത്ര കുറച്ചു അരമണിക്കൂർ താമസിച്ചാണ് നമ്മൾ തുടങ്ങിയത്. എന്നാലും നമുക്ക് സമയം പോയിട്ടില്ല, കൃത്യസമയം എന്നൊക്കെ പറയാൻ സാധിക്കും. ഓക്കെ, ഈ നാളെ തന്നെ പ്രത്യേകത. ഇതേത് ദിവസമാണ്? ഉറക്കെ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. നമ്മൾ സാറ് കിടന്ന പോലെ ഇതിൻ്റെ നമ്മുടെ ഈ ഷീറ്റിൻ്റെ മുകളിൽ മഴ തുള്ളി വീഴുമ്പോൾ വളരെ ശബ്ദമാണ് അല്ലേ? കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല ഒന്നാന്തര മൈക്ക് സെറ്റാണ്, സൗണ്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കത്തില്ലെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേൾക്കാം. ഓക്കെ, ഈ നാളെ ഏതാണ്? ഏതാ? പെസഹാണോ? ആർക്കറിയാം? ഈ നാളെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ദിവസമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ 430 സംവത്സരം ജീവിച്ചതിന് ശേഷം 430-ാം ദിവസം അവർ പുറപ്പെടുന്ന ആ ദിവസമാണ് ഈ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് അവർ മിസ്രൈം വിട്ടു. അവർ യാത്ര തുടങ്ങുന്നു. എങ്ങോട്ടാ പോകുന്നേ? വേഗം പറയുകയാണെങ്കിൽ വേഗം നിർത്താം. എങ്ങോട്ടാ അവർ പോകുന്നേ? നിങ്ങൾ പറഞ്ഞാലേ കേൾക്കത്തില്ല. അവർ പറഞ്ഞു എനിക്ക് കേൾക്കത്തില്ല. പറഞ്ഞേ, അവരെങ്ങോട്ടാ പോകുന്നേ? ഉറക്കെ പറയാം. കനാൻ ദേശത്തേക്ക് പോവാണ്. കനാൻ ദേശത്തേക്ക് പോവുകയാണ്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ കനാൻ ദേശത്തേക്ക് പോവുകയാണ് അല്ലേ? എന്തിനു വേണ്ടി അവർ പോകുന്നേ? എന്തിനു വേണ്ടി പോകുന്നു? നിങ്ങൾക്കറിയാവുള്ളത് പറഞ്ഞാൽ മതി. ആരാധിക്കാൻ പോകുന്നു. മിടുക്കൻ. ആരാധിക്കാൻ പോവുകയാണ്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ 430 വർഷത്തെ അടിമത്തത്തിന് ശേഷം ഇന്നേ ദിവസം അവരെങ്ങോട്ട് പോകുന്നു? കനാൻ നാട്ടിലേക്ക്, വാഗ്ദത്ത ദേശത്തിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? ആരാധിപ്പാൻ, യഹോവയാകുന്ന ദൈവത്തെ ആരാധിപ്പാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ഇവിടുന്ന് പുറപ്പെടുന്ന ദിവസം, ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ആ ദേശം നിങ്ങൾ വിടുകയാണ്. ഇതുവരെ നിങ്ങൾ താമസിച്ച് വന്ന ദേശം വിടുകയാണ്. ഇതുവരെ നിങ്ങൾ ആരാധിച്ചു വന്ന ആ രീതികൾ ഉള്ള ആ ആരാധനയെല്ലാം മാറുകയാണ്. പുതിയ ആരാധന രീതി നിങ്ങൾക്ക് നൽകപ്പെടുകയാണ്. മാത്രമല്ല, ചുറ്റുപാടും മറ്റ് വിവിധങ്ങളായ ആരാധന ഉള്ള ദേശത്ത് നിന്ന് എന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് അല്ലേ? അതുകൊണ്ട് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണത്. മറന്നു പോകരുത്. ഇത് നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. ചിലത് വിട്ട ഒരു ദിവസം, ചിലത് സ്വീകരിച്ച ഒരു ദിവസം അല്ലേ? ചില തീരുമാനങ്ങൾ എടുത്ത ദിവസം.
യഹോവയെ മാത്രം ആരാധിക്കും എന്ന് തീരുമാനിച്ച ദിവസം, അതിനുവേണ്ടി യാഗം കഴിച്ച് നിയമം ചെയ്ത ദിവസം പെസഹ അല്ലേ? പിന്നെയുമുണ്ട് വിശേഷത. ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ച 430 സംവത്സരം അവരവിടെ ആയിരുന്നെങ്കിലും അതിലെ അധികം വർഷവും അവർക്ക് പീഡനങ്ങൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ജോസഫാണ് അവിടെ ആദ്യമായിട്ട് പോയത്. പിന്നീട് ജോസഫിൻ്റെ പിതാക്കന്മാർ അവരവിടെ വന്നു, മിസ്രൈമിൽ താമസിച്ചു. ജോസഫിൻ്റെ ഭരണകാലവും ജോസഫിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിന്ന ആ വർഷം വരെയും ഇസ്രായേൽ മക്കൾക്ക് വളരെ സന്തോഷമായിരുന്നു. അവരെ അവിടെയുള്ള ആളുകൾ ബഹുമാനിച്ചിരുന്നു, വളരെ സ്നേഹത്തോടെ അവരെ കണ്ടിരുന്നു. എന്നാൽ ജോസഫ് ആരാണെന്ന് അറിയത്തില്ലാത്ത ഒരു ഭരണാധിപൻ അവിടെ വന്നു. അന്നു മുതൽ അവരുടെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ആരംഭിച്ചു എന്ന് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ജോസഫിനെ അറിയാത്ത രാജാവ് എന്ന് പറഞ്ഞാൽ, ഒരു ജനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ജോസഫ് അവർക്ക് എന്ത് ചെയ്തു എന്ന് ഫറവോനും അവർക്ക് ആൾക്കാർക്ക് അറിയാം, നമുക്കറിയാം. ജോസഫ് കണ്ട ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഫറവോൻ കണ്ട ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോസഫ് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ക്ഷാമങ്ങൾ ഉണ്ടാകുന്നതൊക്കെയാണ്. ക്ഷാമം ഉണ്ടായത് നമുക്കറിയാൻ സാധിക്കും. ക്ഷാമകാലത്ത് മിസ്രൈമിലെ ജനങ്ങളെ രക്ഷിച്ചത് ഈ ജോസഫിൻ്റെ ഉപദേശമാണ്. അതുകൊണ്ട് ജോസഫിൻ പറഞ്ഞു, ഈ കാര്യം, ഈ ക്ഷാമകാലം കടന്നു പോകാൻ, അത് ഏറ്റവും ഭംഗിയായിട്ട് നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ കടന്നു പോകണമെങ്കിൽ, മാനേജ് ചെയ്യണമെങ്കിൽ, അത് മിസ്രൈമിന് ദോഷം വരാതെ ഇരിക്കണമെങ്കിൽ നല്ല ബുദ്ധി സാമർഥ്യമുള്ള, നല്ല ദർശനമുള്ള ഒരാളെ അതിന് ചുമതലപ്പെടുത്തണം എന്ന് പറയുകയുണ്ടായി. അത് ഫറവോൻ നോക്കിയപ്പോൾ ഫറവോൻ പറയുകയാണ്, നിന്നേക്കാൾ ബുദ്ധിമാനായ, നിന്നേക്കാൾ പ്രത്യേകമായ ദർശനങ്ങൾ കിട്ടുന്ന നിന്നെപ്പോലൊരു മനുഷ്യൻ ഈ മിസ്രൈമിലില്ല. അതുകൊണ്ട് നീ തന്നെ ഈ കാര്യം ചുമതലയേൽക്കണം. നീ മിസ്രൈമിൽ രണ്ടാമനായിരിക്കും, ഒന്നാമൻ ഞാനാണ്. രണ്ടാമൻ നീ ആയിരിക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ ഉയർന്നവനായിരിക്കും. എല്ലാം ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫിനെ മിസ്രൈമിൻ്റെ ഭരണാധികാരിക്ക് തുല്യനായി അവൻ അവിടെ വാണരുളി എന്ന് നമുക്ക് കാണാം. ധാരാളം കാര്യങ്ങൾ ജോസഫ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ, അല്ലേ, ക്ഷാമം വരുന്നതിന് മുമ്പ് ജോസഫ് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെയും ചെയ്തു. പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം ജോസഫ് സംഭരണശാലകൾ അദ്ദേഹം സ്ഥാപിച്ചു. വിളവിൻ്റെ 1/5 വീതം എന്ത് ചെയ്തു, അതവരെ ശേഖരിക്കാനായിട്ട് തുടങ്ങി. ആ നല്ല കാലം കഴിഞ്ഞു. അതിനുശേഷം കൊടിയ ക്ഷാമം ദേശത്തുണ്ടായി. ക്ഷാമമുണ്ടായപ്പോൾ ഫറവോൻ്റെ അടുത്ത് ജനങ്ങളെല്ലാം ഓടിച്ചെന്നു, മിസ്രൈമിൽ ചെന്നു. അയ്യോ ഫറവോനെ, ഞങ്ങൾ നശിക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആഹാരമില്ല, ഒന്നുമേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞു, നിങ്ങൾ എന്തിന് എൻ്റെ അടുത്ത് വരുന്നു? നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അമ്മൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ജോസഫ് പറഞ്ഞ പോലെ ചെയ്തു. ദേശം മുഴുവൻ ഫറവോന് അധീനനായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വിളവിൻ ഒരു അംശം രാജാവിന് കൊടുക്കണമെങ്കിൽ ഭണ്ഡാരത്തിലേക്ക് അടയ്ക്കണമെന്നുള്ളത് അതൊരു നിയമമായി എന്ന് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞത് അതെല്ലാം ഓർത്തിരുന്ന ആളുകൾ, ഒരു കൂട്ടം ജനം, ഒരു തലമുറ അത് കടന്നുപോയി. അതിനുശേഷം ഇസ്രായേൽ മക്കൾക്ക് കഷ്ടങ്ങൾ തുടങ്ങി. പിന്നീട് വന്ന ഭരണാധികാരികൾ അവർ നോക്കിയപ്പോൾ ഇസ്രായേൽ മക്കളുടെ വളർച്ച കണ്ടിട്ട്, അവരുടെ ആ ഒരുമിച്ചുള്ള നിപ്പ് കണ്ടിട്ട്, അവരുടെ പുരോഗതി കണ്ടിട്ട്, അവരുടെ ജനസംഖ്യ, അവരുടെ ജനങ്ങൾ വർദ്ധിക്കുന്നത് കണ്ടിട്ട് അവരെക്കുറിച്ചുള്ള ബഹുമാനം മാറി അവരെ ഭയപ്പെടാൻ തുടങ്ങി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് ഇസ്രായേൽ മക്കളെ ഭയപ്പെടാൻ തുടങ്ങിയോ, അന്നു മുതൽ അവരുടെ പീഡനകാലവും ആരംഭിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പീഡനകാലം എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രിതമായാണ് ഇസ്രായേൽ മക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഫറവോനും മിസ്രൈമ്യരും ശ്രമിച്ചത്. കാരണം നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിന് അവർക്ക് സാധ്യമല്ലായിരുന്നു. കാരണം നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഒരുപക്ഷെ മിസ്രൈമ്യരെ അവർ തോൽപ്പിച്ചു കളയും. അത്രയും ആൾബലം അവർക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത്രയും ആൾബലമുണ്ട്. അതിൻ്റെ ഒരു സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, മിസ്രൈമിൽ നിന്ന് എത്ര പേരാ പുറപ്പെട്ടത് കനാൻ നാട്ടിലേക്ക്? സംഖ്യ അറിയാവോ? ബൈബിൾ ക്വിസൊന്നുമല്ല, ചോദ്യം സമ്മാനങ്ങളൊന്നുമില്ല. പറയാമോ? എന്നാലും സങ്കല്പം പറയാമോ? എത്ര പേരാണ് പുറപ്പെട്ടത്? ചില സാറന്മാർ അച്ഛന്മാരൊക്കെ പറയാണ്ട് അവർ റെഡിയായിട്ട് നിൽക്കുക. പക്ഷെ അവരോട് പറയുന്നത് ശരിയല്ലേ? ഓക്കെ, 600,000 പിള്ളേരുടെ അറിവിന് വേണ്ടി പറയുകയാണേ, 600,000 പേര്.
മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ സംഖ്യ എത്രയാണ്? 600,000. 600,000 എത്രയാ? 6 ലക്ഷം. എത്രയാ? 6 ലക്ഷം. അതിൻ്റെ കൂടെ 6 ലക്ഷം പ്ലസ് ഒരു വലിയൊരു സമ്മിശ്ര ജാതി, ഇസ്രായേൽ മക്കളല്ലാത്ത കുറേ അധികം ആൾക്കാർ. പിന്നെ ഈ 600,000 എന്ന് പറയുന്നത് ആ സംഖ്യ എങ്ങനെയാണെന്നറിയാം കണക്കാക്കുന്നത്? അത് എണ്ണപ്പെട്ട ആൾക്കാരാണ്. അതിനകത്ത് സ്ത്രീകളെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കൂട്ടിയിട്ടില്ല. കുഞ്ഞു പിള്ളേരെ എന്ത് ചെയ്തിട്ടില്ല, കൂട്ടിയിട്ടില്ല. വയസ്സന്മാരെ വയസ്സുകളെ എന്ത് ചെയ്തിട്ടില്ല, കൂട്ടിയിട്ടില്ല. യുദ്ധപ്രാപ്തരായ ആൾക്കാരാണ്, അവരാണ് എണ്ണം 600,000 അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരു റഫായിട്ടൊന്ന് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 32 ലക്ഷം മുതൽ 34 ലക്ഷം വരെ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ സാധിക്കും. അത്രയും വലിയൊരു ജനസംഖ്യയാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ സംഖ്യ പറയാറ്. 600,000, 6 ലക്ഷം യുദ്ധപ്രാപ്തന്മാരായ ആൾക്കാർ ഒരു നിമിഷം മിസ്രൈമിനെതിരെ നിന്നാൽ അവർക്ക് എന്ത് ചെയ്യത്തില്ല, അവർക്കാരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എളുപ്പം. അത് അവർ വിചാരിച്ച് വളരെ ശരിയാണ്. അതുകൊണ്ട് ഒറ്റ മാർഗമേ ഉള്ളൂ, എന്ത് ചെയ്യുക? ജനസംഖ്യ നിയന്ത്രിക്കുക. എല്ലാവരെയും നിയന്ത്രിക്കുന്നില്ല. യുദ്ധത്തിന് കഴിവുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആരാണ്? അവർ പുരുഷന്മാരാണ്. അതുകൊണ്ട് ആൺകുട്ടികളെല്ലാം കൊന്നുകളയണം അല്ലേ? അതാണ് നമ്മളവിടെ അതിൻ്റെ പുറകിലുള്ള ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. യോസഫിനെ അറിയാത്ത ഒരു ഭരണാധികാരി വന്നു, അല്ലെങ്കിൽ ജനങ്ങൾ വന്നു. അവർ ഇസ്രായേൽ മക്കളെ കണ്ട് ഭയപ്പെട്ടു. അവരെ ഇല്ലായ്മ ചെയ്യാൻ, വളരെ സൂത്രത്തിൽ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിൻ്റെ വളരെ ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം മോശക്കുഞ്ഞ് എന്ത് ചെയ്തു? ഉണ്ടായി. മോശക്കുഞ്ഞിനെയും കൊല്ലേണ്ടതായിരുന്നു. പക്ഷേ കൊല്ലുവാൻ അവരുടെ മാതാപിതാക്കന്മാർക്ക് തോന്നിയില്ല. അതിനെ തോന്നാഞ്ഞേ? മോശക്കുഞ്ഞിനെ കൊല്ലാൻ അവരുടെ മാതാപിതാക്കന്മാർക്ക്, അല്ലെങ്കിൽ നൈൽ നദിയിൽ വലിച്ചെറിയാൻ തോന്നാഞ്ഞത് എന്താണ് പറയാമോ? എന്തായിരിക്കും? ശിശു ആരായിരുന്നു? സുന്ദരനായിരുന്നു. ശിശു സുന്ദരനായിരുന്നു. ആൺകുട്ടികളെല്ലാം എന്ത് ചെയ്യണം? എല്ലാവരെയും നദിയിൽ എറിഞ്ഞ് കൊന്നുകളയണം. പിന്നെ സൂതികർമ്മികൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങളവിടെ സൂതികർമ്മത്തിന് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പ്രസവം എടുക്കാൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? കുട്ടികൾ ആണാണെങ്കിൽ എന്ത് ചെയ്യണം? അന്നേരം തന്നെ എന്ത് ചെയ്യണം? ഏതെങ്കിലും വിധത്തെ അമ്മ അറിയാതെ എന്ത് ചെയ്യണം? അന്നേരം കൊന്നു കളഞ്ഞേക്കണം. ചെവി അറിയാതെ എന്തിനെ കൊല്ലണം അല്ലേ? ആൺകുട്ടികളെ കൊന്നു കളഞ്ഞാൽ എന്ത് ചെയ്യും? യുദ്ധപ്രാപ്തന്മാരായ ആളുകൾ ഇല്ലാതെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നായിരുന്നു അവരുടെ തന്ത്രം. പക്ഷേ മോശക്കുഞ്ഞ് ആരായിരുന്നു? സുന്ദരനായിരുന്നു. അതുകൊണ്ട് അവനെ കൊല്ലാൻ, അവൻ്റെ ഓമനത്തെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ തോന്നിയില്ല? മാതാപിതാക്കന്മാർക്ക് കൊല്ലാൻ തോന്നിയില്ല. അതുകൊണ്ട് അവർ സൂത്രം ചെയ്തു അല്ലേ? അതൊക്കെ നമുക്ക് അതിൻ്റെ ചരിത്രമാണ്. അതെല്ലാം കഴിഞ്ഞു പോയി. ആ മോശക്കുഞ്ഞാണിവിടെ വളർന്നു. അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്താൽ അവനിവിടെ വരികയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്നു. ആ പ്രത്യേക ദിവസം വന്നെത്തി. ഈ 430 വർഷത്തെക്കുറിച്ച് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അബ്രഹാം, ഇവരുടെയൊക്കെയും പിതാവ് അബ്രഹാം യാഗം കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ദർശനമുണ്ടായി അല്ലേ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, അബ്രഹാമേ, നിന്റെ സന്തതി പരമ്പരകൾ എന്തു ചെയ്യും? നിന്റെ സ്വന്തം ദേശം വിട്ട് 430 വർഷം പ്രവാസികളായിട്ട് ജീവിക്കും. 430 വർഷം കഴിഞ്ഞ് അന്ന് 431 സമ്മതിച്ചില്ല. അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ വിശ്വാസികളുടെ അവരുടെ എന്താ പറയുക, അവർ സാധാരണ നമ്മൾ പറയും രോമമൊക്കെ എഴുന്നേറ്റ് വരുന്നത്, രോമകർഷം എന്ന് പറയും. അത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നും. കാരണം അവർ ആ പാതിരാത്രി കഴിഞ്ഞാൽ 431 ദിവസം. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവർ ഓടിച്ചു വിട്ടെന്നാണ്. അവരപ്പം ചൂടാൻ കുഴച്ച് വെച്ചിരുന്ന മാവൊക്കെ പുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അവർ പോകേണ്ടി വന്നു. അവരതെല്ലാം വലിയ തുണിക്കകത്ത് കെട്ടി തോളയിലിട്ടുകൊണ്ട് പോയി. അവരെ പറഞ്ഞയച്ചു, ഓടിച്ചു വിട്ടു. അവരെന്തെല്ലാം ചോദിച്ചോ അതെല്ലാം കൊടുത്തുകൊണ്ട്
സ്വർണം ചോദിച്ചവർക്ക് സ്വർണം കൊടുത്തു, പൊന്നു ചോദിച്ചൊരു പൊന്നു കൊടുത്തു, വസ്ത്രം ചോദിച്ചൊരു വസ്ത്രം കൊടുത്തു, പണം ചോദിച്ചൊരു പണം ചോദിച്ചു. എല്ലാം എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ കൃത്യം ആ ദിവസം അവർ പുറപ്പെട്ടു. അതാണ് ദിവസം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന്, അവരുടെ കൊടിയ പീഡനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിപ്പാൻ പുറപ്പെട്ട ദിവസം അല്ലേ? അതാണ് ഓർമ്മ ദിവസം, അതാണ് പെസഹ് അവിടെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഒരു സഭ സ്ഥാപിതമായി അല്ലേ? പക്ഷേ അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങി കാണാം. പിന്നെ തൊട്ട് താഴെ ഉള്ള ഒരു ചെറിയൊരു വീട്ടിൽ എന്ത് ചെയ്തു? അന്നവിടെ പ്രാർത്ഥന തുടങ്ങി അല്ലേ? അതിനോട് തൊട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ചാർത്ത് പോലെ ഉണ്ടായിരുന്ന ഭാഗം പിന്നീട് എന്ത് ചെയ്തു? 2000-ൽ അഭിനന്ദ KJ സാമുവൽ തിരുമേനി നമ്മുടെ സഭാധ്യക്ഷനായിരിക്കുമ്പോൾ, സ്നേഹമുള്ള ജസ്റ്റിമണി അച്ഛൻ കട്ടപ്പന ജില്ലാ ചെയർമാനായിരിക്കുമ്പോൾ എന്ത് ചെയ്തു? അവിടെ പ്രാർത്ഥിച്ച് അത് ആരാധനയ്ക്ക് വേണ്ടി ആ ഹോൾ എന്ത് ചെയ്തു? വേറെ തിരിച്ചു. അതിൻ്റെ ഹോളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പണം ചെലവഴിച്ചതാരാണ്? നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽമാരായിരുന്ന എബ്രഹാം ദാനിയൽ സാറിൻ്റെയും ആനിയം എബ്രഹാമിൻ്റെയും, അതുപോലെ തന്നെ അവർ അതോടൊപ്പം തന്നെ ഡയസിസൻ സെക്രട്ടറിമാരും കൂടെ ആയിരുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്തു? കുടുംബാംഗങ്ങളുടെ ദശാംശം മാറ്റിവെച്ച് അതിനും പിന്നീടാണ് ഈ ദേവാലയം ഉണ്ടാകുന്നത്. ആ ദേവാലയത്തിനുള്ള പണികൾ അന്ന് ചെയ്തു. ദേവാലയം എന്ന് പറഞ്ഞാൽ ആ വീടിനോട് ചേർന്നുള്ളൊരു സംവിധാനമായിരുന്നു. മറ്റ് ഒരാൾ വന്ന് താമസിക്കുമ്പോൾ സംവിധാനമെല്ലാം അവിടെ നമ്മൾ ചെയ്തിരുന്നു. വളരെ പരിമിതമായൊരു കാര്യമാണെങ്കിലും ആരാധിപ്പാനായിട്ട് നമ്മളവർക്ക് സ്ഥലം വേർതിരിച്ചു. അവിടെ ഒരു ആലയമുണ്ടായി. പിന്നീട് 2012-ൽ എന്ത് ചെയ്തു? 12-ൽ നമുക്കിവിടെ ഈ ദേവാലയം എന്ത് ചെയ്യാൻ സാധിച്ചു? പ്രതിഷ്ഠിക്കാനായിട്ട് സാധിച്ചു. അന്ന് അഭിനന്ദ KG ദാനിയൽ തിരുമേനിയാണ് അന്ന് നമ്മുടെ അധ്യക്ഷൻ. ഇതിന് ശേഷം ഓർമ്മ പുതുക്കാനുള്ള അവസരങ്ങളെ കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് പറയാനുള്ള അവസരമുണ്ടല്ലോ. പിന്നീട് നമ്മുടെ ഈ അൾത്താരയിലും അതുതന്നെ ഇവിടെ ഇരിക്കുന്ന ബഹുമാനരായ കർത്തദാസന്മാർ എന്ത് ചെയ്യുന്നു? വളരെ സുസൃഗമായ സേവനങ്ങൾ ഇവിടെ ചെയ്തു. മുരിക്കാട്ടുകുടി സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആൾക്കാരെന്ത് ചെയ്തു? തുടർച്ചയായിട്ട് ഇവിടെ ശുശ്രൂഷകരായി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഈ സഭയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും, ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത് പറഞ്ഞാൽ ആദ്യത്തെ അത്ര മെച്ചമില്ലായിരുന്നു എന്ന്. അങ്ങനെ വിചാരിക്കരുത്. സാധാരണ ഇവിടെ സാധാരണ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഏറ്റവും ആദരണീയനായ അഭിനന്ദ തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. തിരുമേനിയെ എന്ത് ചെയ്തു? തിരുമേനിയുടെ നന്ദി അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജില്ലാ ചെയർമാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്, സ്വാഗതം ചെയ്തു. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഇടവപ്പെട്ടക്കാർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം കപ്പ്യാരത്തിന് വന്നെന്ന് പറയുമ്പോൾ ഇതിലെല്ലാം ഉപരിയായി നമ്മുടെ കപ്പ്യാരത്തിന് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതിനകത്ത് ആരാ വലിയ ആള്? ആരാ വലിയ ആള്? ഞാൻ പറഞ്ഞ എല്ലാവരും വലിയ ആൾക്കാരാണ്. അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആരും ചെറിയവരില്ല, എല്ലാവരും വലിയ ആൾക്കാരാണ് അല്ലേ? ദൈവത്തിൽ ആശ്രയിച്ച് അവർ വേല ചെയ്തു. അതിൻ്റെ പരിണിതഫലമായി വളരെ മനോഹരമായ ഒരു ആലയം നമുക്കിവിടെ ഉണ്ടായി അല്ലേ? ഇവിടുത്തെ സഭാമക്കളുടെ ആ ഒരുമിച്ചുള്ള നിപ്പ്, യുവജനങ്ങളുടെ ഒരുമിച്ചുള്ള നിപ്പ്, നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണം, അല്പസ്വല്പമായ ബുദ്ധിമുട്ടുകൾ ഭാരങ്ങളൊക്കെ വന്നപ്പോൾ അവർ ഒന്നിച്ചു നിന്നത്, നമ്മുടെ മാതൃ ഇടവക, നമ്മുടെ അയ്യപ്പൻകോവിൽ ഇടവക നമുക്ക് നൽകിയ സപ്പോർട്ട്, സഭാമക്കൾ വിശ്വാസികൾ നമുക്ക് നൽകിയ സപ്പോർട്ട്, കട്ടപ്പന സഭാജില്ല നമുക്ക് നൽകിയ സപ്പോർട്ട്, മഹാടം നമുക്ക് നൽകിയ സപ്പോർട്ട് അല്ലേ? അതെല്ലാം ഓർക്കുമ്പോൾ ആരെയും നമുക്ക് മാറ്റി നിർത്താനില്ല. എല്ലാത്തിനും നന്ദി ആർക്കർപ്പിക്കുക? സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നേക്ക് 25 വർഷം മുമ്പ് ഇവിടെ ഒരു ആരാധന തുടങ്ങി. മറ്റ് അനേക ആരാധനകളുടെ മധ്യത്തിൽ അതിൽ നോക്കിയും വ്യത്യസ്തമായി ഒരു ഏകദൈവ ആരാധന ഇവിടെ ആരംഭിച്ചു. അതുവരെ അന്ന് ഉള്ള ആൾക്കാർ അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു ആരാധന ക്രമം എന്ത് ചെയ്തു? അവർ സ്വീകരിച്ചു. പുതിയൊരു പ്രാർത്ഥന രീതി അവരെന്ത് ചെയ്തു? ചിട്ടപ്പെടുത്തിയ ആരാധന രീതികൾ അതിലേക്ക് അവർ വന്നു. ഒരു വിശ്വാസത്തിലേക്ക് വന്നു. ആരാധനയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അവർ വന്നു. അതിനവർക്ക് അടിസ്ഥാനമായൊരു പുസ്തകം ലഭിച്ചു, വിശുദ്ധ വേദപുസ്തകം. ഇതിൻ്റെ അകത്താണ് എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്.
അത് വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും എന്ത് ചെയ്തു? നമ്മുടെ ശുശ്രൂഷകർ അവരെ സഹായിച്ചു. അങ്ങനെ ഇന്ന് അതിമനോഹരമായ ഒരു ആരാധന ഇവിടെ ഒരു സഭ സ്ഥാപിതമാണ്. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസികളുടെ കൂട്ടം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം ഈ മുരിക്കാട്ടുകുടി പ്രദേശത്ത് ഉണ്ടായി. ഇതൊരു വലിയൊരു സാക്ഷ്യമാണ്, അല്ലേ? ഇനിയും ധാരാളം ആളുകൾ എന്ത് ചെയ്യണം? ഇവിടെ വരേണ്ടതായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ദൈവ ആരാധനയ്ക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 25 വർഷം മുമ്പ് ഇവിടെ ഒരു ആരാധന ഉണ്ടായത്. ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്ത് ചേർന്ന് വന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ഇന്ന് പാഠമായിട്ട് വായിച്ച വേദഭാഗത്തിലേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. പാഠമായിട്ട് വായിക്കപ്പെട്ടത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം ആകുന്നുവല്ലോ. 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അത് സൊളൊമോൻ രാജാവ് ദേവാലയം അവിടുന്ന് ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് അവർ എവിടെ ചെന്നു? കനാൻ നാട്ടിൽ ചെന്നു. കനാൻ നാട്ടിൽ ചെന്നിട്ട് അവർ അവിടെ വർഷങ്ങളോളം താമസിച്ചു. അവിടെ ഒരു ആലയം എന്ത് ചെയ്തു? പണിതു. അതുവരെ ആലയങ്ങളുണ്ട്, പക്ഷേ സ്ഥിരമായിട്ടുള്ള ആലയങ്ങളല്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കനാൻ നാട്ടിൽ ചെന്നതിന് ശേഷം അവരൊരു ജനമായി അവർ വർദ്ധിച്ചു, വളർന്നു. സ്ഥിരമായിട്ടുള്ള ഒരു ആലയം ഉണ്ടായി യെരുശലേമിൽ. അതാണ് യെരുശലേം ദേവാലയം എന്ന് പറയുന്നത്. യെരുശലേം ദേവാലയം ഭൂമിയിലെ ദൃശ്യമായ സ്ഥിരമായിട്ടുള്ള 1-ാമത്തെ ആലയം, ഏറ്റവും മഹത്വമേറിയ ആലയം, സൊളൊമോൻ രാജാവ് പണികഴിപ്പിച്ച യെരുശലേം ദേവാലയം. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്. 6-ാം അധ്യായം 37-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: 4-ാം ആണ്ട് സിയു മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനം ഇടുകയും 11-ാം ആണ്ട് 8-ാം മാസമായ ബൂൽ മാസത്തിൽ ആലയം അതിൻ്റെ സകല ഭാഗങ്ങളുമായി അതിൻ്റെ മാതൃക പ്രകാരമൊക്കെയും പണി തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 ആണ്ടുകൊണ്ട് ആ ആലയം പണിതു. 7 വർഷം കൊണ്ട് എന്ത് ചെയ്തു? ആലയം പണിതു. 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം കൂടെ ഞാൻ വായിക്കാം. 6-ാം അധ്യായം 1-ാം വാക്യം: ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 480-ാം സംവത്സരത്തിൽ, ഇസ്രായേലിൽ സൊളൊമോൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസം സിയു മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. കൃത്യമാണ് കണക്ക്, അല്ലേ? കൃത്യമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ദൈവത്തിൻ്റെ നിശ്ചയവുമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ കാലസംഖ്യയൊക്കെ ഞാൻ വായിച്ചത്. 430 സംവത്സരം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ എന്തായിരുന്നു? അവർ കഷ്ടപ്പെട്ടു ജീവിച്ചു, അല്ലേ? അവിടുന്ന് പുറപ്പെട്ടതിൻ്റെ 480-ാം സംവത്സരത്തിൽ അവരെന്ത് ചെയ്തു? ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ട ജനം സ്ഥിരമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആലയം ഉണ്ടാക്കി. ആ ആലയം പ്രതിഷ്ഠിച്ച സമയത്ത് സൊളൊമോൻ രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇന്ന് 1-ാം പാഠമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വായിച്ച് കേട്ടത്. ആ പ്രാർത്ഥനയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ എൻ്റെ ഇന്നത്തെ നമ്മുടെ ധ്യാനം. 8-ാം അധ്യായം 41-ാം വാക്യം, 41, 42, 43 വാക്യം ഇങ്ങനെ വായിക്കും. ഞാൻ തന്നെ വായിക്കാം. 8-ാം അധ്യായം 1 രാജാക്കന്മാർ 8-ാം അധ്യായം 41, 42, 43 വാക്യങ്ങൾ. അത്രയുമല്ല, നിന്റെ ജനമായ ഇസ്രായേലിനുള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്ത് നിന്ന് നിന്റെ നാമഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കയ്യെയും കുറിച്ച് കേൾക്കുമല്ലോ. ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്ത് കൊടുക്കണമേ. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സൊളൊമോൻ രാജാവ് ദേവാലയ പ്രതിഷ്ഠയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ദേവാലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അതിന് പ്രത്യേകമായി ഒരു പീഠം അതിൻ്റെ നടുവിൽ ഉണ്ടാക്കിയിടുകയും ആ പീഠത്തിൻ്റെ മേൽ കയറി നിന്ന് മുട്ടുമേൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് സൊളൊമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 22-ാം വാക്യം തൊട്ട് വായിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ തുടർന്ന് വരുന്ന ഭാഗങ്ങളാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ച് നമ്മൾ പാഠം വായിച്ചത്. 40 അവിടം വരെ നമ്മൾ വായിച്ചത് 30-ാം വാക്യം വരെയാണ് നമ്മൾ വായിച്ചത്. ഞാനിപ്പോൾ വായിച്ച വാക്യം 41 മുതൽ 41, 42, 43 അനേക കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതാണ്:
ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഒരാൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഇസ്രായേൽ മക്കളെക്കുറിച്ച് അല്ല, പിന്നെയോ ഒരു അന്യജാതിക്കാരൻ. ആരാണ്? ഒരു അന്യജാതിക്കാരൻ. ഒരു സർവശക്തനായ ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കി അവൻ അറിഞ്ഞ്, അതറിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അറിഞ്ഞ് നിന്നോട് പ്രാർത്ഥിപ്പാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവമേ നീ എന്ത് ചെയ്യണം? അവൻ്റെ പ്രാർത്ഥന കേൾക്കണം. അവൻ്റെ പ്രാർത്ഥന കേൾക്കണം. അതുകൊണ്ടാണ് വേദോസ്തം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ആലയം സകല ജാതികൾക്കും സകല ജാതിക്കുമുള്ള പ്രാർത്ഥനാലയം, സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. സൈസക്കാർക്ക് മാത്രമല്ല ഇത് പ്രാർത്ഥനാലയം, പിന്നെ ആർക്കാണ്? എല്ലാ ആൾക്കാരും. ഒറ്റ കണ്ടീഷനുള്ളൂ, ഇവിടെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്ന് അറിഞ്ഞ് വിശ്വസിച്ച് വരുന്നവൻ്റെ പ്രാർത്ഥന ദൈവമേ നീ എന്ത് ചെയ്യണം? കേൾക്കണം. അതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മഹാടവയിൽ വളരെ വളരെ അപൂർവം പള്ളികളെ എന്ത് ചെയ്തിട്ടു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിട്ടിട്ടുള്ളൂ. അത് കട്ടപ്പന പള്ളിയാണ് അല്ലേ, നമ്മുടെ ജില്ലാ ചർച്ച. ആ പള്ളിക്ക് 3 വാതിലുണ്ട്. അതിലെ 1-2 വാതിലുകൾ എന്ത് ചെയ്യും? എല്ലാ ദിവസങ്ങളിലും തുറന്നിട്ടിരിക്കും. ആൾക്കാർ വന്ന് അതിനകത്ത് കയറി പ്രാർത്ഥിക്കും അല്ലേ. സൈസക്കാർ മാത്രമല്ല, എല്ലാ ആൾക്കാരും അവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കുന്നത് നമുക്ക് അറിയത്തില്ല, പക്ഷേ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കും. അവിടെ നോക്കാനായിട്ട് പ്രത്യേകമായ ആളെയും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ വെച്ചിട്ടുണ്ട്. കാരണം ടൗണൊക്കെ ആയതുകൊണ്ട് പല രീതിയിലുള്ള ആൾക്കാർ വരാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അവിടെ പ്രാർത്ഥിച്ചു പോകാണ്ട് സാധിക്കും. സകല ജാതിക്കുമുള്ള പ്രാർത്ഥനയാലും നമ്മൾ ചിന്നക്കനാലിൽ നമ്മളൊരു ദേവാലയം, ഇതുപോലെ ദേവാലയം ഉണ്ടാക്കി. ചെറിയൊരു ദേവാലയമാണ്. ആ ദേവാലയം ഉണ്ടാക്കിയ സമയത്ത് അവിടെയുള്ള അക്രൈസ്തവരായ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും എന്ത് ചെയ്യണം? ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ജോലിക്ക് പോകുന്ന ഈ പള്ളിയുടെ മുന്നിൽ കൂടെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് പള്ളിക്ക് അകത്ത് കയറിയെന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം പള്ളി അടച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പള്ളിയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. അതായത് നമ്മൾ ഈ പള്ളിയുടെ ഈ ഫോർട്ടിക്കോ പോലെ തന്നെ ഒരു സംവിധാനം. പൈസയൊന്നും തരാൻ ഞങ്ങൾക്കില്ല, ആൾപ്പണി ഞങ്ങൾ എന്ത് ചെയ്യാം. ആരാ പറയുന്നത്? സേസക്കാരല്ല, ക്രിസ്ത്യാനികളും അല്ല, അക്രൈസ്തവരുടെ ആൾക്കാർ പറയാണ് ഞങ്ങൾക്കും എന്ത് ചെയ്യണം? ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം. അവരുടെ ആ റിക്വസ്റ്റ് മാനിച്ച്, അവരുടെ ആഗ്രഹം മാനിച്ച് അവിടെ ഒരു 3 ഷീറ്റ് അങ്ങോട്ട് ഇട്ട് തള്ളിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു നിൽക്കാനായിട്ട് തിണ്ണ പോലെ, നമ്മൾ സാധാരണ പറയുന്ന തിണ്ണ പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി. ഇത്രയും സൈഡ് റൂമുകളൊന്നും അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ആൾപ്പണി അവർ ചെയ്തു. മെറ്റീരിയൽസൊക്കെ എന്ത് ചെയ്തു? നമ്മൾ വാങ്ങിക്കൊടുത്തു. അവർ പണിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരവിടെ കയറുന്നു, പ്രാർത്ഥിക്കും. ആലയം ആർക്കുള്ളതാണ്? എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ സലോമൻ പറയുന്നൊരു പ്രത്യേക ഒരു പദമുണ്ട്, നീയാണ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്നൊരു ദൈവം, ജീവനുള്ളൊരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ച് വന്ന് അപേക്ഷിക്കുന്നവൻ അപേക്ഷ എന്ത് ചെയ്യണം? ദൈവമേ നീ കേൾക്കണം. നമ്മൾ തുടർന്നുള്ള ഭാഗം വായിക്കാനായിട്ട് സമയമില്ല. ആ പ്രാർത്ഥന കഴിഞ്ഞു. രാത്രിയിൽ ദൈവം വീണ്ടും ശലോമോന് പ്രത്യക്ഷനായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. വീണ്ടും ശലോമോന് ദൈവം പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, ശലോമോനെ നിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്തിരിക്കും? ഞാൻ കേട്ടിരിക്കുന്നു, നിൻ്റെ അപേക്ഷ പ്രകാരം തന്നിരിക്കും. എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും അവിടെ. എവിടെ? യെരുശലേം ദേവാലയത്തിൽ എന്നെ ആരാധിപ്പാൻ ഞാൻ പറഞ്ഞ രീതിയിൽ പണിതിരിക്കുന്ന ആലയത്തിൽ എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും ഉണ്ടായി. യാതൊരുവൻ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുവോ അവനെ ഞാൻ കാണും. അവൻ്റെ ശബ്ദം, അവൻ്റെ അപേക്ഷ, അവൻ്റെ നിലവിളി ഞാൻ കേൾക്കും. അവൻ പ്രാർത്ഥനയ്ക്കാൻ ഉത്തരമരുളും. മറ്റു വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ സാധിക്കും, എവിടെയെല്ലാം എൻ്റെ നാമത്തിന് വേണ്ടി, എൻ്റെ നാമത്തെ സ്മരിക്കാൻ വേണ്ടി സ്മരണസ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ, ആരാധനാ സ്ഥലങ്ങൾ എവിടെയെല്ലാം എന്നെ ആരാധിപ്പാൻ വേർതിരിക്കുന്നു, അവിടെയെല്ലാം എൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ മുരിക്കാട്ടുകുടിയിൽ ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അതിനൊരു ശബ്ദക്കുറവ്
ഉണ്ട്. വചനം അത് പറയുന്നു. ഇതാരാധനയ്ക്ക് വേണ്ടി 2012 എന്ത് ചെയ്തു? പ്രതിഷ്ഠിച്ചു, വേർതിരിച്ചു. ആരാധനയ്ക്ക് വേണ്ടി, ദൈവാരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ച സ്ഥലമാണ്. വചനം എന്ത് പറയുന്നു? എന്നെ ആരാധിപ്പാൻ, എന്നെ സ്മരിക്കാൻ എവിടെയെല്ലാം സ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ അവിടെയെല്ലാം എൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ മുരിക്കാട്ടുകുടിയിൽ ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ ഇന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവം എന്നെ കാണുന്നു, അല്ലേ? എന്നെ മുഴുവൻ കാണുന്നു, എൻ്റെ ഉള്ളും കാണുന്നു ഒരു ദൈവം. ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയവും. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെ ഉള്ളതുപോലെ കാണുന്ന ദൈവത്തിൻ്റെ കണ്ണിവിടെ ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെ കാണുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയം ഇവിടെ ഉണ്ട്. വെറുതെ എന്ത് ചെയ്യരുത്? ദൈവസന്നിധി നമ്മൾ വരരുത്. ഈ ഒരു ഭയത്തോടും ഭക്തിയോടും കൂടെ വേണം നമ്മൾ ദൈവസന്നിധിയിൽ വരാൻ. ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം ഉണ്ടെന്ന്, ദൈവം നമ്മളെ കാണുന്നുവെന്ന്, ദൈവം നമ്മളെ കേൾക്കുന്നുവെന്ന്, നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങൾ ദൈവം മനസ്സിലാക്കുന്നുവെന്ന്, അറിയുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം ഒരുവൻ ദൈവാരാധനയ്ക്ക് വേണ്ടി വരാൻ. അങ്ങനെ അല്ലെങ്കിലും അതാര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ അർത്ഥമുള്ള ആരാധന ചെയ്യണം. അർത്ഥപൂർണമായിരിക്കണം ആരാധന. പകുതി ആരാധന പറ്റത്തില്ല, അർത്ഥപൂർണമായിരിക്കണം. എന്ന് പറഞ്ഞാൽ അർത്ഥം, നിങ്ങളുടെ ശരീരമായും മാനസികമായും ആത്മാവിലും സത്യത്തിലും എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ മുഴുവനായി ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ ഇരുന്ന് 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കാനല്ല ദൈവാലയത്തിൽ വരേണ്ടത്. ഓർത്തിരുന്നോണം, ദൈവാലയത്തിൽ വരുമ്പോൾ ദൈവമേ എന്നുള്ള വിചാരമാണ് ഉണ്ടായിരിക്കേണ്ടത്. പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ച് കടന്നുപോയ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ തിരികെ പോകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ദേവാലയം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. ഓർമ്മ നാളിൽ നമ്മൾ പിന്നീടുള്ള വേദഭാഗങ്ങൾ വായിക്കുന്ന റെഫറൻസ് ഒന്നും പറയുന്നില്ല, പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓരോ ഓർമ്മ നാളിലും ഓരോ ഉത്സവങ്ങളിലും, പ്രത്യേകിച്ച് ഇത് ജൂബിലി ആണല്ലോ, ജൂബിലി ആയിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. 25 വർഷത്തെക്കുറിച്ച് ജൂബിലി എന്ന വേദപുസ്തകത്തിൽ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. 50 വർഷമാണ് യഥാർത്ഥ ജൂബിലി എന്ന് പറഞ്ഞിരിക്കുന്നത്. 50ൻ്റെ ഗുണിതങ്ങളാണ് എപ്പോഴും ജൂബിലി ആയിട്ട് കൊണ്ടാടുന്നത്, അല്ലേ? 49 സബത് വർഷങ്ങൾ കഴിഞ്ഞാൽ 50ാമത് വർഷം ഏതാണ്? ജൂബിലി വർഷം. വീണ്ടും 1 തുടങ്ങുകയാണ്. 1, 2 എന്ന് പറഞ്ഞ് ഇനി 7 ശബത്താണ്ടുകൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? 49 വർഷം കഴിയുന്നു. 50ാം വർഷം വീണ്ടും ജൂബിലി വർഷമാണ്. നമ്മളിതിൻ്റെ ഒരു പകുതി ജൂബിലി എന്ന് നമുക്ക് പറയാം, അല്ലേ? സിൽവർ ജൂബിലിയാണ്, ഗോൾഡൻ കിടക്കുന്നത്, അല്ലേ? സിൽവർ ജൂബിലിയാണ്. വർഷം എത്രയാണെങ്കിലും അത് 10 വർഷമായിക്കോട്ടെ, 20 ആയിക്കോട്ടെ, 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, ഓരോ ജൂബിലി നമ്മൾ കൊണ്ടാടുമ്പോഴും ഓർത്തിരിക്കേണ്ട സംഗതിയുണ്ട്. അത് ഒരു റീസെറ്റിൽമെൻ്റ് ആണെന്ന് പറയാം. റീസെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുനർക്രമീകരണത്തിൻ്റെ അവസരമാണ്. പുനർക്രമീകരണത്തിനുള്ള അവസരമാണ്. പുതിയതൊന്ന് ആർജിക്കാൻ വേണ്ടിയുള്ളതല്ല. ആദ്യം നമ്മൾ എങ്ങനെയായിരുന്നോ ആ ഒരു നിലയിലേക്ക് തിരികെ പോകാൻ, സെറ്റാക്കാനുള്ള ഒരു സമയമാണ്, അല്ലേ? അതിനാണ് വേദോസം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഈ ജൂബിലിയിലും അതുപോലെ തന്നെ പെരുന്നാളിലും അവരുടെ പ്രധാനപ്പെട്ട ഒരു ആചാരം എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നതാണ്, ദൈവത്തിൻ്റെ മൗത്യമേറിയ വചനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരിങ്ങനെ വായിക്കും, ദൈവവചനം വായിക്കും, എന്നിട്ട് അതെന്ത് ചെയ്യും? വ്യാഖ്യാനിച്ച് കൊടുക്കും. ദൈവവചനം വായിക്കും, കൽപ്പനകൾ വായിക്കും, എന്നിട്ട് അത് വ്യാഖ്യാനിച്ചു കൊടുക്കും. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എന്തെങ്കിലും വ്യത്യാസം ജനത്തിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഉണ്ടെങ്കിൽ അത് തിരുത്തി ഏതാണോ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് തിരികെ വരിക. അതാണ് കൽപ്പനയിലേക്ക്, അനുസരണത്തിലേക്ക് എന്ത് ചെയ്യുക? തിരികെ വരിക. 25 വർഷം നമ്മൾ പിന്നിടുമ്പോൾ അന്ന് നമ്മുടെ പിതാക്കന്മാർ നിങ്ങളിൽ പലരും എടുത്തിട്ടുള്ള പ്രതിജ്ഞകൾ അതെന്തുമാത്രം നമ്മൾ പാലിക്കപ്പെട്ടിരിക്കുന്നു, എന്തെല്ലാം പാലിക്കാതെ പോയി എന്ന് നോക്കുക. വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയുക, ദൈവമേ തെറ്റിപ്പോയി, ക്ഷമിക്കാം, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങനെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് പറയും. യാക്കോബ് വീട് വിട്ടു പോകുമ്പോൾ ഇടയ്ക്ക് രാത്രിയായി ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി, അല്ലേ? ഏത് സ്ഥലത്താ പറയാവോ? സ്ഥലത്തിൻ്റെ പേര് യാക്കോബ് കിടന്നുറങ്ങിയ സ്ഥലം അറിയോ? ഉറക്കെ പറഞ്ഞു. യാക്കോബ് കിടന്നുറങ്ങിയ സ്ഥലം ആദ്യം. അന്നേരം യാക്കോബ് മാത്രമേ ഉള്ളൂ. ഏതാ സ്ഥലം? ലൂസ്. ഏതാ പറഞ്ഞ ശരിയാണ്, ലൂസ്. ലൂസിൽ കിടന്നുറങ്ങി, അല്ലേ? പട്ടണത്തിൽ പോയി കിടക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് ശ്രമിച്ചില്ല.
തലയൊന്ന് പൊങ്ങിയിരിക്കണമെന്ന് വിചാരിച്ചൊരു കല്ലെടുത്ത് എന്ത് ചെയ്തു, തലയുണ്ട് വെച്ചു അല്ലേ. കിടന്നിറങ്ങി, രാത്രി എന്ന് കണ്ടു, ദർശനം കണ്ടു. ദർശനം എന്തായിരുന്നു? ലൂസിൽ കിടന്നിറങ്ങിയ യാക്കോബിന്റെ ദർശനം എന്തായിരുന്നു? കേട്ടില്ല? ആകാശം വരെ എത്തുന്നൊരു ഗോവണി അല്ലേ. അതിൻ്റെ ഒരറ്റം യാക്കോബ് കിടക്കുന്നിടത്തും ഒരറ്റം എവിടെയാണ്? ആകാശം എന്ന് പറഞ്ഞാൽ എവിടെയാ? സ്വർഗത്തില. ഒരറ്റം യാക്കോബ് കിടക്കുന്നിടത്ത്, ഒരറ്റം സ്വർഗത്തിൽ അല്ലേ. പിന്നെ ഗോവണി വെറുതെ ചുമ്മാ ഇരിക്കുകയാണോ? അല്ല. അതിലൂടെ ആൾക്കാരെന്ത് ചെയ്യുന്നു? എന്നാ ആൾക്കാരാ? ദൈവദൂതന്മാരെന്ത് ചെയ്യുന്നു? അവരവരുടെ ജോലി വളരെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജോലിയൊന്നും പറഞ്ഞിട്ടില്ല. അവരങ്ങോട്ട് വരുന്നു, കുറേ പേര്, കുറച്ച് പേര് അങ്ങോട്ട് പോകും, തിരിച്ചു പോകുന്നു, കുറച്ച് പേര് തിരികെ വരുന്നു, ഇതെല്ലാം കണ്ടു അല്ലേ. ഉടനെ യാക്കോബ് എന്ത് ചെയ്തു? ഉറക്കം തെളിഞ്ഞു, ഞെട്ടിപ്പോയി. യാക്കോബ് പറയാണ്, അയ്യോ, ഇതേതാ സ്ഥലം? ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ്, ദൈവത്തിൻ്റെ ആലയമാണിത്. ഞാൻ അറിഞ്ഞെങ്കിൽ എന്ത് ചെയ്തേനെ? വേറെ എവിടെയെങ്കിലും പോയി കിടന്നേനെ അല്ലേ. നമ്മളിൽ പലരും അങ്ങനെയാണ്. ദേവാലയം എന്ന് വിചാരിക്കാതെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വരുന്നത് അല്ലേ. നമ്മുടെ നടപ്പും ഭാവവും നമ്മുടെ സംസാരവും നമ്മുടെ രീതികളൊക്കെ കണ്ട, പള്ളി വരുന്നവരുടെ രീതികളൊക്കെ കണ്ട എന്താണ്, നമ്മൾ വേറെ കണ്ട് പോകുന്നതെന്ന് ഓർക്കത്തുള്ളൂ. ദൈവാലയത്തിൽ പോകാമെന്ന് എന്ത് ചെയ്തില്ല, ഓർക്കത്തില്ല. യാക്കോബിൻ്റെ അതേ അനുഭവമാണ്. യാക്കോബ് പറയാണ്, അയ്യോ ഞാൻ അറിഞ്ഞില്ല അല്ലേ. കുരുത്തക്കേട് കാണിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന ദൈവത്തിൻ്റെ ശിക്ഷ എങ്ങാനും ഏറ്റുവന്നെങ്കിലോ എന്ന് വിചാരിച്ച് ഞെട്ടി പറയാണ്. എന്നിട്ട് യാക്കോബ് ഒരു കാര്യം കൂടെ ചെയ്തു. നമ്മളെപ്പോലെ മാറി ഓടിയൊന്നും പോയില്ല. അദ്ദേഹം ആ തലേനായിട്ട് വെച്ചിരുന്ന കല്ലെടുത്ത് നാട്ടിങ് നിർത്തി. അതിനെന്ത് ചെയ്തു? അതിനെ അഭിഷേകം ചെയ്യുന്നവർ ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റി. എന്തായിരുന്നു പേര്? ബഥേൽ അല്ലേ. ബഥേലിന് പേരിട്ടു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഞാനിതാ വെറും കൈയോടെ വന്നിരിക്കുകയാണ്, എൻ്റെ ഈ ഒരു വടി മാത്രമേ ഉള്ളൂ. നീ എന്നെ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ എന്നെ തിരികെ വരുത്തുന്നു എങ്കിൽ ഇവിടെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്നെ ആരാധിക്കും, ഇവിടെ നിന്നെ ആരാധിക്കും. പിന്നെ എനിക്ക് ലഭിക്കുന്നതൊക്കെ എന്ത് ചെയ്യും? ഞാൻ ദശാംശം കൊടുക്കും. തീരുമാനമെടുത്തുകൊണ്ട് പോകുന്ന യാക്കോബ്. ദൈവാലയം, ദൈവത്തിൻ്റെ സന്നിധി തീരുമാനമെടുക്കേണ്ട സ്ഥലമാണ് അല്ലേ. ദൈവമേ സഹായിക്കണം, ഞാനിത് അങ്ങയുടെ സന്നിധി തീരുമാനം ചെയ്യും. എന്നെ എന്ത് ചെയ്യണം? സൗഖ്യത്തോടെ കൊണ്ടുവരണം. എൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? മാറ്റിത്തരണം. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? ഞാൻ അങ്ങയെ ആരാധിക്കും. എനിക്കുള്ളതെല്ലാം എന്ത് ചെയ്യും? ഞാൻ അങ്ങയുടെ സന്നിധിയിൽ യാക്കോബിൻ്റെ സമർപ്പണമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, യാക്കോബിൻ്റെ സന്തതി പരമ്പരകൾ പറഞ്ഞിരിക്കുന്നു. എന്താണ് പറയുന്നത്? ഈ ദിവസം അവരോട് പറയുന്നത്, ഈ ദിവസം എന്തായിരിക്കണം? ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായി. ഓക്കെ. ഇരിക്കാട്ടുടിയിലെ പ്രിയ ദൈവമക്കളെ, ഇന്ന് ആരാധന സമിതിക്കും പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് ഓർമ്മ നാളായിരിക്കണം. കാരണം ദൈവ ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകമായ നിയമങ്ങളും ചട്ടങ്ങളും സ്വീകരിച്ച് ദൈവ ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന ഒരു സമയമാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം ഈ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. മറന്നു പോകരുത്. നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ താല്പര്യപ്രകാരം ഈ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പനകൾ കൊടുത്തു, പ്രമാണങ്ങൾ കൊടുത്തു. ദൈവപ്രമാണങ്ങൾക്ക് വിധേയമായി വേണം ദൈവത്തെ ആരാധിക്കാൻ. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, വിശുദ്ധി അല്ലേ. വിശുദ്ധി നമ്മൾ ലേഖന ഭാഗം വായിച്ചു പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാരാണ്? നമ്മളാരാണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമായി സൂക്ഷിക്കണം അല്ലേ. ഈ മന്ദിരം എത്രമാത്രം ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നോ അതുപോലെ തന്നെ നമ്മളാകുന്ന ആലയമാകുന്ന മന്ദിരവും ഭംഗിയായിട്ട് സൂക്ഷിക്കണം. ഈ പെരുന്നാളിനെ കുറിച്ച് എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആലയത്തിൻ്റെ പണിയൊക്കെ തീർന്നോ? അപ്പോൾ അവർ എവിടെ പണി? നമ്മൾ ഞാൻ കുറേ പണിയൊക്കെ ചെയ്യാണ്ടെന്ന് തോന്നുന്നു. പണിയൊന്നുമില്ല. അതിൻ്റെ മുൻവശത്ത് കുറേ ഇതിൻ്റെ മുകളിൽ കുറേ പുല്ലൊക്കെ പിടിച്ച് നിൽപ്പുണ്ടല്ലോ, അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ, ജൂബിലി ആഘോഷിക്കാൻ? അവിടെ പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഒരു ടീം വന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, പള്ളിയുടെ പണിയൊക്കെ തീർന്നു? തേപ്പൊക്കെ തീർന്നു. തേപ്പം തീർന്നു. അല്ല, ഞാൻ ചോദിച്ചു, പള്ളിയുടെ അകമല്ല, പുറമേ എങ്ങനെയുണ്ട്? മനോഹരമാക്കിയോ? ആൾക്കാർ എന്നാ പറയും അല്ലേ? ജൂബിലി ആഘോഷിക്കുന്ന ദേവാലയം എങ്ങനെ ഇരിക്കുന്നു എന്ന് നാട്ടുകാർ പറയേ. അപ്പം നിങ്ങൾക്കതൊരു പോരായ്മയല്ലേ? അതുകൊണ്ട് ഭംഗിയാക്കുമോ? തിരുമേനി ഞങ്ങൾ ഭംഗിയാക്കേക്കാം. വളരെ കുറച്ച് ദിവസങ്ങളോ ഉള്ളല്ലോ, കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാം.
അതിന് വല്ലതും ഉണ്ടോ? അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു. പ്രിയ ഡൊമിനിക് സാറിനെയും പ്രിയ കൈക്കാരന്മാരെയും കൗൺസിൽ അംഗങ്ങളെയും കമ്മിറ്റി അംഗങ്ങളെയും സഭാമക്കളെ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കും. വളരെ ഭംഗിയായിട്ട് ഈ ജൂബിലി ഇന്ന് ആഘോഷിക്കുകയാണ്. ഒരു കാര്യം ഓർക്കുക, ഈ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കണം? ഒരു ഓർമ്മ നാളായിരിക്കും. നമ്മുടെ സഭ ഇവിടെ സ്ഥാപിതമായ ദിവസം നമുക്കൊരു ഓർമ്മ നാളായിരിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആലയം ആരാധിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെക്കുറിച്ച് ഈ വിശുദ്ധ വേദവസ്തയിൽ എന്തിരിക്കുന്നു? രേഖപ്പെടുത്തിയിരിക്കുന്നു. ദിനംതോറും വായിക്കുക, ദിനംതോറും നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിട്ട് ഈ പ്രദേശത്ത് ശോഭിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അനേകരിവിടെ വന്ന് നിങ്ങളുടെ നല്ല ജീവിതം കണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കണ്ട് ഇവിടെ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിപ്പാനും ഇടയായി തീരട്ടെ. മുരിക്കാട്ടുകുടിയിലെ ദേവാലയം, ദൈവം നമുക്ക് നയിക്കുന്ന ആലയം അത്രയും മനോഹരമായും അതോടൊപ്പം തന്നെ സകല മനുഷ്യർക്കും പ്രാർത്ഥനാലയം ആയി തീരുവാനും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ആരാധിപ്പാനുമുള്ള ഇടമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ദൈവ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ വീണ്ടും നാൾക്കുനാൾ ഈ സഭയെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.